ഇന്നത്തെ വചന ധ്യാനത്തിന് വെളിപ്പാട് പുസ്തകം 3-ാമത്തെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. മതി. ഈ വേദവാക്യം അനേക ദൈവദാസന്മാർ തെറ്റിച്ച് വ്യാഖ്യാനിക്കുന്ന ഒരു വാക്യമാണ് നമ്മളിവിടെ വായിച്ചത്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. അനേക ദൈവദാസന്മാർ തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ ഈ വാക്യം സാധാരണ നമ്മൾ ആരോടെ ഉപയോഗിക്കുന്ന അറിയാമോ? ഒരു അവിശ്വാസിയായ ഒരു വ്യക്തിയെ കാണുമ്പോൾ അവനോട് സുവിശേഷം പറയുമ്പോൾ അല്ലെങ്കിൽ കൺവെൻഷനിൽ പ്രസംഗിക്കുമ്പോൾ ആ കൺവെൻഷൻ്റെ പ്രസംഗം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓർഡർ കോൾ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ വിളിച്ചു പറയും, യേശു നിങ്ങളുടെ വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി തുറന്നാൽ യേശു നിങ്ങളുടെ ഉള്ളിൽ വരും. ആ വിശ്വാസികൾ ഒരാൾ സുവിശേഷം പറയുമ്പോൾ ഈ വാക്യം ഉച്ചരിക്കാറുണ്ട്. എന്നാൽ ഈ വാക്യം ഒരു അവിശ്വാസിക്ക് വേണ്ടി എഴുതപ്പെട്ട വാക്യമല്ല, സഭയ്ക്ക് വേണ്ടി എഴുതിയ വാക്യമായത്. സഭയിലുള്ള വ്യക്തികളോടാണ് ദൈവം പറയുന്നത്, ഞാൻ നിന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുക, നിന്റെ ഹൃദയം തുറന്നാൽ ഞാൻ നിന്റെ കൂടെ അകത്ത് വരാം. അതിന്റെ കാരണം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരുന്ന സഭയോടുള്ള വാക്യമായത്. അത് ഞാൻ തെളിയിപ്പിച്ചു തരാം. വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകൾക്കാണ് ദൂത് അയക്കുന്നത്. 7 സഭകൾക്ക്. അതിൽ 7 സഭകളിൽ 7ാമത്തെ സഭയുടെ പേരാണ് ലവോദിക്യ സഭ. അങ്ങനെയല്ലേ എഴുതിയേക്കുന്നേ? അതിന്റെ ഒന്ന് വായിച്ചോട്ടെ, 14ാമത്തെ വാക്യം. ലവോദിക്യ സഭയുടെ ദൂതൻ എഴുതുക. അവിടെ നിന്നിട്ട് അടുത്ത വാക്യത്തിൽ പോകാം. ഒന്നാമത് ലവോദിക്യ സഭയുടെ ദൂതനാണ് എഴുത്തെഴുതുന്നത്. എന്താ ദൂതൻ എഴുത്തെഴുതാൻ കാരണം? ദൂതൻ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്യം പറയാം, ലവോദിക്യ സഭയുടെ ഇടയൻ, പാസ്റ്റർ. ലവോദിക്യ സഭയുടെ പാസ്റ്ററിനാണ് എഴുത്തെഴുതുന്നത്. ലവോദിക്യ സഭ എന്ന് പറഞ്ഞാൽ ഒരു സഭയല്ല, 7 സഭകളെ കുറിച്ച് പഠിക്കുമ്പോൾ 7 കാലഘട്ടം, 7 പീരീഡാണ്. അതിൽ ഒന്നാമത്തെ സഭ എഫെസസ് സഭ യേശു ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ സഭയാണ്. യേശുവിന്റെ വരവിന് തൊട്ട് മുന്നോടിയായിട്ട് ഭൂമിയിൽ ഉള്ള സഭയുടെ പേരാണ് ലവോദിക്യ സഭ. അതായത് 7ാമത്തെ പീരീഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇന്നത്തെ പീരീഡിനെയാണ്, ഇന്നത്തെ പെന്തിക്കോസ്ത് സഭകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത് ലവോദിക്യ സഭ. അപ്പോൾ അത് സഭ തന്നെയാണ്, രക്ഷിക്കപ്പെട്ടിരുന്ന അവിടെ ആ ഗ്രൂപ്പ് ആയിരുന്നു സഭ. അപ്പോൾ ലവോദിക്യ സഭയുടെ ദൂതൻ എഴുതാൻ പറഞ്ഞതിന്റെ കാരണം നോക്കണമേ. അതിന്റെ താഴോട്ട് പറയുന്ന കാര്യങ്ങൾ, ലവോദിക്യ സഭയെ നിയന്ത്രിക്കുന്ന ഇടയനെ, ഈ സഭയുടെ അവസ്ഥ എന്തുവാണെന്നും ഈ സഭയോട് ദൈവത്തിന് എന്താണ് സംസാരിക്കാനുള്ളതെന്നും ആദ്യം നീ വ്യക്തമായി മനസ്സിലാക്കണം. നീ വ്യക്തമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിന്റെ സഭയിൽ വരുന്ന വ്യക്തികളോട് ഈ കാലഘട്ടത്തിന് ആവശ്യമായ വെളിപ്പാടിൽ നിന്നോട് സംസാരിക്കാൻ നിനക്ക് കഴിയത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്തിൽ ഏറ്റവും കൂടുതൽ ഈ ആത്മീയമായിട്ട് അധപ്പതിക്കുവാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ ദാസന്മാർക്ക് ഈ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട്, ഇന്നത്തെ സഭയുടെ അവസ്ഥയെ വിവേചിച്ചുകൊണ്ട് ദൈവത്തിന് എന്താണോ ഇന്നത്തെ സഭയോട് വ്യക്തമായി സംസാരിക്കാനുള്ള വെളിപ്പാട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് അന്നേ എഴുതി വെച്ചു, ലവോദിക്യ സഭയുടെ പീരീഡിലേക്ക്, യേശുവിന്റെ വരവിന് മുന്നോടിയായിട്ട് ആ സഭയുടെ അവസ്ഥയിൽ സഭയ്ക്ക് എന്താണ് സംഭവിക്കുന്നതെന്നും ആ സമയത്ത് സഭയുടെ അവസ്ഥ എന്തായിരിക്കുമെന്നും അന്നത്തെ കാലത്ത് സഭയോട് എന്താണ് സംസാരിക്കേണ്ടതെന്നും അന്ന് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ലവോദിക്യ സഭയുടെ ദൂതൻ എഴുതുക. അതൊരു സഭയല്ല, അതിന് നിർത്തുമ്പോൾ തന്നെ അനേക സഭകളുണ്ട്. സഭയൊന്നാണെങ്കിലും ഏതാ സഭ? ഒറ്റ സഭയെന്ന് പറഞ്ഞാൽ അദൃശ്യ സഭയൊന്നേ ഉള്ളൂ. എന്നാൽ ഡിനോമിനേഷൻ ഒത്തിരി ഉണ്ട്, കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളായിട്ടുള്ള ചർച്ചകൾ. ഇവിടുത്തെ ചർച്ച, അതിന് പല ചർച്ചകൾ. അതാണ് നിർത്തുമ്പോൾ, ഏത് സഭയുടെ ദൂത് നിർത്തുമ്പോൾ സഭകളോട് സംസാരിക്കുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതിനെല്ലാം ഒത്തിരി അർത്ഥമുണ്ട്, നമുക്ക് പിന്നെ പയ്യെ വരാം. അപ്പോൾ നോക്കണമേ,
ഇന്ന് ക്ലാസ് തീർത്തുമില്ലെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. എങ്കിലും അത്യാവശ്യമുള്ള വിഷയം ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. സമയം അനുവദിച്ച സമയത്തിനുള്ളിൽ മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ ലവോദിക്യ സഭയുടെ ദൂതൻ എടുത്തെഴുതുക. അപ്പൊ സഭയോടാണ് ഇനി സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അടുത്തതായിട്ട് വായിച്ചിട്ട് അതിന്റെ 14 വാക്യം തന്നെ, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി മതി. അടുത്തത് ഈ സഭയോട് സംസാരിക്കുന്നത് ആരാ? യേശു ക്രിസ്തു, സാക്ഷാൽ യേശു തന്നെ, വിശ്വസ്തനായവൻ, സത്യവാനായവൻ, സത്യസാക്ഷിയായവൻ, ആമേൻ എന്നുള്ളവൻ, അപ്രകാരം തന്നെ എന്നുള്ളവൻ എന്ന് പറഞ്ഞാൽ യേശു ഒരു വാക്കു പറഞ്ഞാൽ അതിന് മാറ്റമില്ല, അതങ്ങനെ തന്നെയാകുന്നു എന്ന് വ്യക്തമായുള്ളവൻ. അന്ന് അരുളി ചെയ്ത വാക്കിന് അന്ന് യേശു പറയാം. ലവോദിക്യ സഭയുടെ പീരീഡിനെ കുറിച്ച് യേശു അന്നേ പറഞ്ഞിട്ടുള്ളത് പറയാം, ആമേൻ എന്നുള്ളവൻ എന്ന് പറഞ്ഞാൽ അതേ അപ്രകാരം തന്നെ സംഭവിക്കും, അപ്രകാരം തന്നെ എന്ന് പറയുന്നവരാണ് അരുളി ചെയ്യുന്നത്. ആമേൻ എന്നുള്ളവൻ അറിയിച്ചു വരുന്നു. അപ്പൊ ലവോദിക്യ സഭയോട് ഇവിടെ സംസാരിക്കുന്നത് വേറൊരു പാസ്റ്ററോ വേറെ ആരുമല്ല, സാക്ഷാൽ ദൈവം തന്നെ, യേശു തന്നെ ക്ലിയർ ആയിട്ട് മെസ്സേജ് കൊടുക്കുക. ഇനി നോക്കണമേ, നമ്മൾ ആദ്യം കുറുവാക്യം വായിച്ചെന്തുവായിരുന്നു? ഇതാ ഞാൻ നിന്റെ വാതിക്കൽ നിന്ന് മുട്ടുകയാണ്. അപ്പൊ മനസ്സിലായി, ഈ ദൂത് ആർക്കെഴുതിയ? സഭയ്ക്ക് എഴുതിയതാ, അവിശ്വാസികൾക്കല്ല. അപ്പോൾ ഒരു കാലത്ത് എന്തോ ഇപ്പോൾ യേശു ക്രിസ്തു സഭയ്ക്ക് വെളിയിലായി. ചൂടെ ക്ലിയർ ആയി പറയുകയാണെന്നുണ്ടെങ്കിൽ, ലവോദിക്യ പീരീഡ് വരുമ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിനകത്തുനിന്ന് യേശു വെളിയിൽ പോകും. പിന്നെ എന്തിനു വേണ്ടി സഭയിൽ വരുന്നു? അവരുടെ ലക്ഷ്യം യേശുവല്ല, ഭൗതികമായ ലക്ഷ്യത്തിലേക്ക്, ഹൃദയത്തിനകത്ത് ദ്രവ്യവും ഈ ലോകത്തിന്റെ ആഗ്രഹങ്ങളും കയറി വന്നിട്ട് യേശു വെളിയിലാകുമെന്ന് അന്ന് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ യേശു ഇപ്പോൾ ഹൃദയത്തിലില്ല, വെളിയിലാണ്. ഇന്നത്തെ ആരാധന പോലും ആക്ച്വലി വെളിപ്പാടിന്റെ കണ്ണിൽ കാണുവാണെങ്കിൽ ഇന്നത്തെ ആരാധനകൾ ശരിയായിട്ടുള്ള ആരാധനയല്ല. ആരാധന എന്തോന്നറിയില്ല. അതിന് ഉദാഹരണം പറയുക, പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതി പറഞ്ഞാൽ സമയം കിട്ടുവാണെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് ഞാൻ കയറി വരാം. അതിങ്ങനെയാണ്. ഇന്നത്തെ വലിയ വലിയ ചർച്ചകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കീബോർഡും അതെല്ലാം ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഉപയോഗിച്ചിട്ട് ആരാധിപ്പിച്ചിട്ട് അധിവാസം മൈക്രോഫോൺ എടുത്തിട്ട് ഇതാ യേശു ഇപ്പോൾ നിങ്ങളുടെ നടന്നുകൊണ്ടിരിക്കുന്നു, ചില രോഗികളെ യേശു തൊട്ടുകൊണ്ടിരിക്കുന്നു, ഇതാണ് ഇപ്പോൾ യേശു സൗഖ്യം പകർന്നുകൊണ്ടിരിക്കുന്നു പറയുമ്പോൾ ജനങ്ങൾ എന്തൊക്കെ അറിയാമോ? ഈ വാക്ക് നേരെ പോകുന്നത് ഹാർട്ടിലേക്കല്ല, സോളിലേക്ക്. ഇത് രണ്ട് മണ്ഡലമാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആളുകൾ അങ്ങോട്ട് പ്രിങ്ങിൽ നിന്നുകൊണ്ട് അന്യഭാഷ പറഞ്ഞുകൊണ്ട് ആരാധിക്കാൻ തുടങ്ങും. എന്തിനു വേണ്ടി അറിയാമോ? സൗഖ്യം കിട്ടണം. ഇതാ ഇപ്പോൾ ചില വിടുതലുകൾ ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു പറയുമ്പോൾ അവരെന്തൊടുക്കും? ഒരു ഭാരത്തിലിരിക്കുന്നവർ വിടുതലിന് വേണ്ടി അങ്ങ് ആരാധിക്കാൻ തുടങ്ങും. കാരണം അവരുടെ മനസ്സിൽ വിടുതലാണ്. അതായത് ഞാനൊരു ഡോക്ടറുടെ പൈസ കൊടുത്ത് ഒരു മരുന്ന് മേടിക്കുന്നത് പോലെ യേശുവിൻ്റെ അടുക്കൽ അങ്ങോട്ട് ആരാധന കൊടുത്തിട്ട് എന്തോ ഇങ്ങോട്ട് മേടിക്കുന്നത് പോലെ ആരാധന അതപ്പതിച്ചു. ഇതല്ലേ ആരാധന. ആരാധനയും ഇത് രണ്ടാ. കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഏതെങ്കിലും നന്മയ്ക്ക് വേണ്ടിയുള്ള ആരാധന തെറ്റാണ്. ഇതാ ഇന്ന് സഭകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താ ദോഷമെന്നൊക്കെ ഒത്തിരി ഉണ്ട്. ഞാൻ പിന്നെ പറഞ്ഞുതരാം. വ്യക്തമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കത് കൂടുതൽ കാര്യങ്ങൾ ക്ലിയർ ആകത്തുള്ളൂ. ആരാധന പറയുക ദൈവം ആരാകുന്നു എന്ന് അറിഞ്ഞുകൊണ്ട്, ഞാൻ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട്, ദൈവം ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ ദൈവത്തിന് കൊടുക്കുന്ന സ്നേഹത്തിൽ കൊടുക്കുന്ന മഹത്വവും സ്തുതിയും അല്ലെങ്കിൽ ബഹുമാനവുമാണ് ആരാധന. തിരിച്ചു വരട്ടെ. ഇവിടെ എന്തുകൊണ്ട് യേശു ക്രിസ്തു സഭയ്ക്ക് വെളിയിലായി? എന്തുകൊണ്ടാണ് ലവോദിക്യ പീരീഡിലെ സഭയുടെ അകത്തുനിന്ന് യേശു വെളിയിൽ പോകാനുള്ള കാരണം എന്താ? അതിന്റെ വാക്യം വായിക്കാം. 15 വായിച്ചാട്ടെ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ലവോദിക്യ പീരീഡിലുള്ള സഭയെ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. എന്താ നിന്റെ പ്രവൃത്തി? നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. മതി. ലവോദിക്യ സഭയുടെ പീരീഡിൽ വന്ന സഭയുടെ കാര്യം എഴുതിയേക്കുന്നത്. ലവോദിക്യ പീരീഡ് വരുമ്പോൾ സഭ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ചൂട് ക്ലിയറായ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആത്മീയനാണോ എന്ന് ചോദിച്ചാൽ പക്ക ആത്മീയനാ, ജഡീകനാണോ എന്ന് ചോദിച്ചാൽ പക്ക ജഡീകനാണ്. ഒരു കാല് ആത്മീയഗോളത്തിലുണ്ട്, വേറൊരു കാല് ലോകത്തിലുമുണ്ട്. ശ്രദ്ധിക്കണമേ. ഇവിടെ എന്താ സംഭവിച്ചെന്നറിയാമോ?
കുറച്ചുകൂടി ചരിത്രം കുറച്ചൊന്ന് ഈ ഞാൻ ഓടിച്ചിട്ട് ഓർഡറായിട്ട് ഭാഗത്തുണ്ട്. നമ്മളെ 2-3 ദിവസം ക്ലാസ് എടുക്കുന്ന വിഷയം ഈ 3/4 മണിക്കൂർ കൊണ്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. നിങ്ങൾക്ക് അത് മനസ്സിലാകുന്ന സിമ്പിളായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോകാം. സഭയുടെ തുടക്ക സമയത്ത് ആഴമായ പീഡയിൽ കൂടെയാണ് സഭ കടന്നുപോയത്. മനുഷ്യരെ രണ്ടായിട്ട് കീറുക, സിംഹങ്ങളുടെ ജീവനോടെ സിംഹത്തിൽ എറിഞ്ഞു കൊടുക്കുകയും ജീവനോടെ മനുഷ്യരുടെ ക്രിസ്ത്യാനി ആയതിന്റെ പേര് ആരെങ്കിലും ക്രിസ്ത്യാനി ആയാൽ അവന്റെ ദേഹത്തെ പലരുടെയും ദേഹത്ത് തുണി ഉറ്റിയിട്ട് കോട്ടൻ തുണി ഉറ്റിയിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ജീവനോടെ കത്തിക്കുക. അതുപോലെ അവരുടെ വസ്തുവകൾ അന്ന് ഒരുത്തൻ ക്രിസ്ത്യാനി ആയാൽ അന്ന് തന്നെ അവന്റെ സകല വസ്തുവകകളും ഗവൺമെന്റ് കണ്ടുകിട്ടും. അവന്റെ പെമ്പിള്ളാരെ അവർ റേപ്പ് ചെയ്യും, അവരുടെ മുമ്പിലിട്ട് തന്നെ അവരുടെ കൊച്ചുകുഞ്ഞുങ്ങളെ കൊല്ലും. അങ്ങനെ വർണ്ണിക്കാൻ പറ്റാത്ത തോലിനകത്തും അവരെ ഉണക്കിക്കൊല്ലും. ഒത്തിരി പീഡകളുണ്ട്, ഒത്തിരി പീഡകൾ. പക്ഷെ ഈ സമയത്ത് അതിശക്തമായ പീഡയിൽ കൂടെ സഭ കടന്നു പോകുമ്പോൾ അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയാണ്, അവരെ കൊല്ലുകയാണ്, അവരുടെ കുടുംബം തകരുകയാണ്. പക്ഷെ ആ സമയത്തും സഭ എണ്ണം വർദ്ധിക്കുന്നുണ്ട്, പക്ഷെ ലിമിറ്റഡാണ്. പക്ഷെ അന്നത്തെ സഭയുടെ ഒരു പ്രത്യേകതയുണ്ട്. നിത്യജീവന് വേണ്ടി ദൈവം കണ്ടിട്ടുള്ള വ്യക്തികൾ മാത്രമേ സഭയിലുള്ളൂ. നിത്യജീവന് വേണ്ടി ദൈവം ആരെ കണ്ടിട്ടുണ്ടോ അവര് മാത്രം സഭയിലുണ്ട്. കാരണം അറിയാമോ, സഭയിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് വിലക്കപ്പെട്ട മതമാണ്. അനേക രാജ്യങ്ങളിൽ ചുരുക്കം ചില സ്ഥലത്ത് മാത്രമേ പീഡയില്ലാതുള്ളൂ. ബാക്കി ഭൂരിപക്ഷം സ്ഥലങ്ങളിലും ക്രിസ്ത്യാനി ആയാൽ കൊന്നു മുടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, സകലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നാൽ 3-ാം നൂറ്റാണ്ടായപ്പോൾ, ഞാൻ പറയാം എല്ലാമല്ല ഞാൻ പറയുന്നത്, ചുരുക്കമായി കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകണം, ബാക്കി ഞാൻ എന്തെങ്കിലും ഞങ്ങൾക്ക് എടുക്കാം. 3-ാം നൂറ്റാണ്ടായപ്പോൾ അപ്പോഴും സഭ പല രഹസ്യമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നുണ്ട്, ഒറിജിനലാണ്. പിശാചിനൊരു കാര്യം മനസ്സിലായി, ഈ പരിപാടിയും കൊണ്ട് സഭയെ തകർക്കാൻ പറ്റത്തില്ല, സഭ വളരുന്നുണ്ട്. അവരെല്ലാവർക്കും ബഹുമാനമാണ്. പിശാച് എന്തെടുത്തറിയാമോ, റോമിൽ അന്ന് ലോകം ഭരിച്ചുകൊണ്ടിരിക്കുക. റോമ ഗവൺമെന്റ് ലോകം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 10 രാജാക്കന്മാരാൽ അതിശക്തമായ പീഡ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും സഭ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിശാച് അടുത്തൊരു തന്ത്രം. 3-ാം നൂറ്റാണ്ടിൽ അന്ന് ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്ന റോമ ചക്രവർത്തി കുസ്തന്തീനോസ് എന്ന് പറയുന്ന ചക്രവർത്തി ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ചക്രവർത്തി പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അല്പം നേരം കൂടെ അടുത്ത ദിവസം യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ പരാജയപ്പെടും. ആ ഭാരത്തോടെ പുള്ളി പരാജയ ഭീതിയോടെ കടന്നുറങ്ങുമ്പോൾ അന്ന് രാത്രി ഈ മനുഷ്യനൊരു ദർശനം കാണുകയാണ്. ആകാശത്തിലൊരു വലിയ കുരിശടയാളം. ആ കുരിശടയാളം കണ്ടിട്ട് ഒരു അശരീരി കേൾക്കുക, ഈ അടയാളത്താൽ നീ യുദ്ധം ചെയ്താൽ നീ ജയിക്കും. പിറ്റേ ദിവസം ഉറക്കമുടർന്ന ആ രാജാവ് ഓർഡർ ഇട്ടു, എൻ്റെ രാജ്യത്തിലെ സകല കൊടി അടയാളവും കുരിശ് വരച്ചു വെക്കാൻ പറഞ്ഞു. കൊടി അടയാളം വെച്ചുകൊണ്ട് കുരിശ് അടയാളം കൊടിയിലാക്കിക്കൊണ്ട് ആ കൊടിയുമായി, കുരിശ് വെച്ച കൊടിയുമായി ഇദ്ദേഹം യുദ്ധത്തിന് പോയി. അപ്രതീക്ഷിതമായി ആ യുദ്ധം കുസ്തന്തീനോസ് ജയിച്ചു. ആ ഒരൊറ്റ സംഭവത്തിന് ശേഷം മാനസാന്തരപ്പെടുകയോ രക്ഷിക്കപ്പെടുകയോ സ്നാനപ്പെടുകയാതെ രാജാവ് ക്രിസ്ത്യാനിയായി. അന്നു മുതൽ രാജാവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ആ രാജ്യത്തുള്ള പല ഉദ്യോഗസ്ഥന്മാരും അവരെല്ലാവരും ജാതികളാണ്. കാരണം ക്രിസ്ത്യാനികൾക്ക് ഗവൺമെന്റ് ജോലിയില്ല. കാരണം ക്രിസ്ത്യാനികളെ കണ്ടുകെട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്തെടുത്തില്ലാമോ, രാജാവ് ക്രിസ്ത്യാനിയായി രാജാവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെടുത്തു, പല ഉദ്യോഗസ്ഥന്മാരും അവരും ക്രിസ്ത്യാനിയായി. മാനസാന്തരപ്പെട്ടോ യേശുവിനെ അറിഞ്ഞിട്ടല്ല, രാജാവ് ക്രിസ്ത്യാനിയായി ഞങ്ങൾ പറയും. രാജാവ് അടുത്ത് വിളംബരം കൊടുത്തു, ഇന്നു മുതൽ ക്രിസ്ത്യാനികളുടെ കണ്ടുവിട്ട സ്വത്തുകൾ തിരിച്ചു കൊടുക്കുക. അത് മാത്രമല്ല ക്രിസ്ത്യാനികൾക്ക് ഒത്തിരി സ്ഥാനമാനങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്ന് റിലയൻസിന്റെ ജിയോയ്ക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന പോലെ അന്ന് ആൾക്കാർ ക്യൂ ആണ്. കാരണം എനിക്കും ക്രിസ്ത്യാനിയാകണം. എന്തിനു വേണ്ടി അതറിയാമോ, സ്ഥാനമാനങ്ങൾ കിട്ടും, അനുഗ്രഹം കിട്ടും, നന്മ കിട്ടും. പിശാചിന്റെ ഇന്നത്തെ സെയിം ചതിയാണ് ഇന്ന് പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പിന്നെ ക്ലിയർ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കൂട്ടത്തോടെ മാനസാന്തരപ്പെടാതെ ലക്ഷക്കണക്കിന് ആത്മാക്കൾ, മനുഷ്യർ ക്രിസ്ത്യാനികളായി മാറി. ലോകക്കാരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഉണർവ് നടന്ന കാലഘട്ടം എന്ന് ലോകക്കാരൻ പറയും. കാരണം അറിയാമോ, ഒറ്റൊരുത്തം പോലും പ്രസംഗിക്കാതെ ലക്ഷക്കണക്കിന് ആളുകൾ ക്രിസ്ത്യാനിയായി മാറുക. ഇത് ഉണർവല്ലയോ? സംഭവിച്ചതറിയാമോ? വ്യക്തമായി ഞാൻ പറയാം.
യേശു കൂടെ 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 പറയുന്നൊരു കാര്യമുണ്ട്. സ്വർഗരാജ്യത്തിലേക്കുള്ള വാതിൽ ഇടുക്കവും ഞെരുക്കവുമാണ്. ആ ഇടുങ്ങിയ വാതിൽ കൂടെ കടക്കുവാൻ പോരാടുവിൻ. ചുരുക്കം പേരെ കടക്കാൻ പറ്റത്തുള്ളൂ, ചുരുക്കം പേരെ രക്ഷപ്പെടാക്കത്തുള്ളൂ. ഈ ഇടുങ്ങിയ വഴി പിശാച് എന്തോട്ടറിയാമോ? വിശാലമാക്കി മാറ്റി. ആർക്കും കയറാം, ആർക്കും എന്തു ചെയ്യാം. ഇതാണ് അന്ന് നടന്നത്. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ആരായി തീർന്നു. അതോടുകൂടി എന്തോ സംഭവിച്ചറിയാമോ? അന്ന് വരെയും സഭയ്ക്കകത്ത് ലോകം കയറിയിട്ടില്ല. ഈ സംഭവത്തിന് ശേഷം ലോകം മുഴുവനും സഭയ്ക്കകത്ത് കയറി. സകല മ്ലേച്ഛ ആരാധനകളും സകല ജാതീയ ആചാരങ്ങളും അതിന് ക്ലിയർ ഉണ്ട് കേട്ടോ. ക്ലിയർ ആയിട്ടുള്ള, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ കുരിശ് എങ്ങനെ സഭയ്ക്കകത്ത് കയറിയെന്നും. ഈ സകല മാതാവ് ഉണ്ണീശോ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും മാതാവ് ഉണ്ണീശോ ആണ്. അതിന് ആ മാതാവ് ഉണ്ണീശോ എന്ന് പറയുന്നത് യേശുവിൻ്റെ അമ്മ ഭൂമിയിൽ ജനിക്കുന്നതിലും 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രതിമയാണ്. സമീറാമിസ് എന്ന അതിൻ്റെ പേര്. ഡയാന എന്ന് വേണേൽ പറയാം, പല പേരുകൾ അറിയപ്പെടും. നിമ്രോദിന്റെ ഭാര്യയാണ്. ആ കയ്യിലിരിക്കുന്നത് ആരാന്നറിയാമോ? തമ്മൂസ. ഇത് എവളൊരു വ്യഭിചാര സ്ത്രീയാണ്. ഭർത്താവ് മരിച്ച് 3-4 വർഷം കഴിഞ്ഞിട്ട് കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോൾ എവൾ അടിച്ചിറക്കിയ ഒരു പാട്ട് ഇതാണ്. ഭർത്താവ് രണ്ടാമത് വന്നിട്ട് എനിക്ക് ഭർത്താവ്, സൂര്യദേവനായ ഭർത്താവ് എനിക്ക് കൊച്ചിനെ തന്നെയാണ്. അതോടുകൂടി രാജ്യം മുഴുവൻ എവളുടെ പ്രതിമ വെച്ച് ആരാധിക്കാൻ തുടങ്ങി. ഈ വിഗ്രഹം എന്തൊടുത്തറിയാമോ? സഭയ്ക്കകത്ത് കയറി. അങ്ങനെ സകല ജാതീയ വിഗ്രഹങ്ങളും മ്ലേച്ഛതകളും ക്രിസ്തീയ സഭയ്ക്കകത്ത് കയറി. എങ്ങനെ കയറിയത്? ലോകക്കാർ മാനസാന്തരപ്പെടാൻ സഭയ്ക്കകത്ത് കയറിയപ്പോഴത്തേക്കും അവരുടെ എല്ലാ ആചാരങ്ങളും സഭയ്ക്കകത്ത് കയറ്റിക്കൊണ്ട് വന്നു. എന്നിട്ട് ഇതിനെല്ലാം ഒരു ബൈബിളിന്റെ പേരും കൊടുത്തു. ഈ കുരിശെന്ന് പറയുന്നത് തമ്മൂസ് ദേവന്റെ, സെക്സ് ദേവന്റെ സിംബലാണ്. യേശു ജനിക്കുന്നതിന് 1500 വർഷങ്ങൾക്ക് മുമ്പ് ആരാധിച്ചുകൊണ്ടിരുന്ന ആ കുരിശ് കയറിയിട്ട് ആ കുരിശിനൊരു ബിബ്ലിക്കൽ അർത്ഥം കൊടുത്തു. ആ അർത്ഥം എന്താ? യേശു മരിച്ച കുരിശ. ഓ, ബൈബിളുമായിട്ടുള്ള ബന്ധം നോക്കണം. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ആൾക്കാർ ഇടാൻ തുടങ്ങി. അടുത്തത് ഈ മാതാവും ഉണ്ണിയേശു, അത് സമീറാമിസ. ആ സമീറാമിസിനെ സഭയ്ക്കകത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇത് മറിയവും ഉണ്ണിയേശുവാണ്. നോക്കണമേ, ഇങ്ങനെ ഒത്തിരി ഉത്സവങ്ങൾ. ജാതീയ ഉത്സവമായിരുന്ന ഡിസംബർ 25 ജാതീയ റോമൻ ഉത്സവമായിരുന്ന സാറ്റർനേലിയോയുടെ ജന്മദിനമായ, സൂര്യദേവന്റെ ജന്മദിനമായ ഉത്സവം ക്രിസ്മസ് ദിവസമായി മാറി. ഈസ്റ്റർ ദേവിയുടെ ഉത്സവമായ ഈസ്റ്റർ, അത് ഉയർപ്പിന്റെ ഉത്സവമായിട്ട് സഭയ്ക്കകത്ത് കയറി. ജനുവരി 1 ജാനസ് ദേവന്റെ, അവരുടെ ഏറ്റവും ശക്തമായ ദേവനാണ് ജാനസ് ദേവൻ. വർഷങ്ങൾ തുടങ്ങുന്നത് ജനുവരി 1. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ദേവനെ ബന്ധിച്ചുകൊണ്ടാ. അതും സഭയ്ക്കകത്ത് കയറി. സകല ജാതി ആചാരങ്ങളും സകല മ്ലേച്ഛതകളും ഈ വിശ്വാസികളായ ആൾക്കാർ, അവിശ്വാസികളായ ആൾക്കാർ, ലോകക്കാരായ ആൾക്കാർ സഭയ്ക്കകത്തോട്ട് കയറിയതോട് എവരും സഭയ്ക്കകത്തോട്ട് എന്തോടത്തറിയാമോ? എവരുടെ എല്ലാം മ്ലേച്ഛതയോടെ സഭയ്ക്കകത്ത് കയറ്റി. കാരണം എന്തറിയാമോ? ഇടുങ്ങിയ വഴി ഇപ്പൊ വിശാലമായി, ആർക്കും എന്തും ചെയ്യാം. ഇതേ സെയിം തന്ത്രമാണ് ഇന്നത്തെ ലവോദിക്യ സഭയെ പിശാച് തകർത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണെന്നറിയാമോ? അതിനുവേണ്ടി ലോകക്കാരെയല്ല, ദൈവത്തിന്റെ ദാസന്മാരെന്ന് പറയുന്ന പാസ്റ്റർമാരെയാണ് ഇന്ന് പിശാച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ സംഭവിച്ചതറിയാമോ? ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ, വെളിപ്പാടില്ലാതെ പോയത് കൊണ്ട് എന്തോ സംഭവിച്ചറിയാമോ? ഇടുങ്ങിയ വാതിൽ ഇവരെന്തോടത്തറിയാമോ? വിശാലമാക്കി. കട്ടിയേറിയ പല ഉപദേശങ്ങളും, നമുക്ക് ചെയ്യാൻ പ്രയാസമുള്ള പല ഉപദേശങ്ങളും അതനുസരിക്കണ്ട എന്നാക്കി. ഒള്ളി യേശുവിൽ അങ്ങ് വിശ്വസിച്ചാൽ മതി, പിന്നെ അങ്ങ് സ്നാനപ്പെട്ടാൽ മതി, അതോടുകൂടി സ്വർഗം കിട്ടുമെന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയതോടെ എന്തോട്ടറിയാമോ? ഈ ഇടുങ്ങിയ വഴി പ്രസംഗകർ വിശാലമാക്കി. ആർക്കും കയറാം, ആർക്കും അംഗമാകാം. എവിടെ? ക്രിസ്തീയ സഭയിൽ. അങ്ങനെയുള്ള അവസ്ഥ വന്നതോടെ എന്തോട്ടറിയാമോ? ഇന്ന് ലോകം മുഴുവൻ ക്രിസ്തീയ സഭയ്ക്കകത്ത് കയറി. ഈ ക്ലിയർ പ്രയാണങ്ങൾ പെന്തക്കോസ് സഭയ്ക്കകത്ത് ഇന്ന് ലോകം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അവിടെയാണ് ആരാധന. ഇന്ന് കാണുന്ന പല വിടുതൽ മിനിസ്ട്രികളും വചനപ്രകാരം ഞാൻ വിളിച്ചു പറയാം, ബൈബിളിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ല. അന്ന് ആ വ്യക്തിയിൽ കൂടെ, ആ രാജാവിൽ കൂടെ കയറിയ അതേ ആത്മാവാണ് ഇന്ന് വ്യാപരിക്കുന്നത്. ലോകം മുഴുവൻ ഇളക്കി മറിക്കുന്ന സ്റ്റീവി പ്രസംഗയുടെ പലരുടെയും വ്യക്തമായിട്ട് എനിക്ക് വായിക്കൊണ്ടറിയാം. വലിയ വലിയ ആൾക്കാരാണ് ഇന്നും ടി വി പ്രസംഗിക്കുന്നത്. പക്ഷെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ആള് മാറുക.
സ്റ്റേജിൽ നിൽക്കുമ്പോൾ ആൾ മാറി ഭയങ്കര അഭിഷിക്തരായി മാറുക. ഇന്ന് ദൈവത്തിന്റെ പ്രസംഗകർ എന്ന് പറയുന്ന ഇവരൊക്കെ യേശുവിന്റെ മാതൃകയല്ല, സൂപ്പർ സ്റ്റാറുകളായി മാറി. ബൈബിളിൽ നിന്നും ഒത്തിരി മാറിപ്പോയി. കാരണം ഇതിപ്പോ വിശാലമായി വഴി തുറന്നേക്കുക. എന്നാൽ ഓർക്കണമേ, സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി വിശാലം അല്ലേ അല്ലേ അല്ല. അത് ഇന്നും എന്നും യേശുവിന്റെ കാലത്തും സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയ വഴി മാത്രമാണ്. ഇടുങ്ങവും ഞെരുക്കമുള്ള വഴി തന്നെയാ. എന്നാൽ ഇന്ന് എന്താ പറയുന്നത്? വിശ്വസിക്കുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹം വിടുതൽ, അനുഗ്രഹം വിടുതൽ. ഏത് വാക്യവും കോട്ടി മറിച്ചുകൊണ്ട് അനുഗ്രഹവും വിടുതലുമാക്കി മാറ്റുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരാളെ പ്രസംഗം കേൾക്കുക. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ TV വെച്ചൊരു പ്രസംഗം ഓണാക്കുക. അപ്പോൾ അറിയപ്പെടുന്ന, കേരളത്തിൽ അറിയപ്പെടുന്ന വലിയ ദിവസം പ്രസംഗിക്കുക. ഞാൻ ശ്രദ്ധിച്ചു. യോഗനാന്റെ സുവിശേഷത്തിൽ വാക്യം എടുക്കുക. ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. വാക്യം ഇടാം. യേശു തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ആ വാക്യത്തിന്റെ ബാക്ക്ഗ്രൗണ്ടും ക്ലിയർ അർത്ഥവും എന്താണെന്ന് ചുമ്മാതെ ബൈബിൾ വായിക്കുന്നവർക്കറിയാം. നോക്കണമേ, ഇങ്ങനെ എഴുതിയേക്കുന്നത് എൻ്റെ കറക്റ്റ് അർത്ഥം. തന്നിൽ വിശ്വസിച്ച യേശുവിൽ വിശ്വാസത്തിന് വേണ്ടി കൊടുക്കേണ്ടത് വിലയാണ്. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് നിങ്ങൾ ആ വാക്യം അതും വേറൊരു വാക്യം പറഞ്ഞു. ആ വാക്യം ഇങ്ങനെയാണല്ലോ, നിങ്ങൾ, അതിന്റെ വാക്യയുടെ പുള്ളി പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവമായി എന്തോത്തിൽ നിലനിൽക്കണം? വചനത്തിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. അത് ഈസി അല്ല. കാരണം ഒരു വ്യക്തിയുടെ ഉള്ളിൽ വചനം വിശ്വസിച്ച് വചനം കയറി വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രതികൂലം ഉണ്ടാകും. അവന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അവന്റെ വീട്ടുകാർ തന്നെയാകുമെന്ന് യേശു ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഒരുത്തന്റെ ഏറ്റവും വലിയ ശത്രു അവന്റെ വീട്ടുകാരാകും, നാട്ടുകാരെതിരാകും. ഞാൻ അനുഭവിച്ച കത്തോലിക്ക സഭയിൽ നിന്നും ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നപ്പോൾ ഞാൻ അനുഭവിച്ച, എൻ്റെ അമ്മ എന്നെ ഇറക്കി വിട്ട, എൻ്റെ കൂടെ പറപ്പുകൾ, എൻ്റെ ചേട്ടന്മാർ എന്തെല്ലാം എന്നെ പറഞ്ഞ് ഇറക്കി വിട്ടിട്ടുണ്ട്. ബന്ധുക്കാരെല്ലാം ഒരു കാലഘട്ടത്തിൽ മുഴുവൻ എന്നെ കളിയാക്കുമായിരുന്നു. പക്ഷെ ഞാൻ ഇന്നും നിൽക്കുന്ന ദൈവം കൃപയാൽ ദൈവം നിർത്തി. അപ്പോൾ നോക്കണമേ, ഇത് നിന്നയുടെ മാർഗമാണ്, കുരിശിന്റെ മാർഗമാണ്. കഴുത്തെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന നിമ്രോദിന്റെ സിമ്പൽ അല്ല. ക്രൂസ് എന്ന് പറഞ്ഞാൽ എന്ന് യേശു ഹൃദയത്തിൽ വന്നോ അന്ന് മുതൽ നമ്മളെ ലോകം ഉപദ്രവിക്കുമെന്നാണ് യേശു പറയുന്നത്. എന്നാൽ ഇന്നത്തെ അവസ്ഥ എടുത്തു നോക്കിയേ. ഇന്ന് വലിയ വലിയ ചർച്ചകൾ അവർ ഇതല്ല പ്രസംഗിക്കുന്നത്. യേശു വിശ്വസിച്ചാൽ നിങ്ങൾ സ്കൂട്ടറുമായി വരുവിൻ, നാളെ ഔഡിയുമായി പോവിൻ. അനുഗ്രഹം വിടുതൽ. എന്നാൽ ഈ വാക്യത്തിൽ ഒത്തിരി വാക്യങ്ങളുണ്ട്. യേശു പറയുന്നുണ്ട്, ലോകം എന്നെ ഉപദ്രവിച്ചെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. അതിന്റെ കാരണം നിങ്ങൾ ലോകക്കാരല്ല. യേശു പൗലോസിലെ തിമോഥെയോസിനെ ലേഖനം എഴുതും ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. ആ വാക്യം ഞാൻ തെറ്റായി പറഞ്ഞു, നിങ്ങൾ കറക്റ്റായി പറയണം, നിങ്ങൾ അറിയാൻ വേണ്ടിയാ. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ചിലർക്കൊക്കെ ഉപദ്രവം ഉണ്ടാകും. അതാ കാരണം. ചിലർക്ക് ഉപദ്രവം ഉണ്ടാകുമെന്നല്ല, വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും. എന്നാൽ ഇന്നത്തെ വിരുദ്ധന്മാർ പ്രസംഗിക്കുന്നത് സഭയ്ക്ക് കഷ്ടതയില്ല. അനുഗ്രഹം. ഈ ദൂത് എവിടുന്ന് വന്നു? വഴി വിശാലമാക്കി. സ്വർഗത്തിലേക്കുള്ള വഴി അവർ പ്രസംഗകർ വിശാലമാക്കി മാറ്റി. ഇടുക്കവും ഞെരുക്കവും അവർ മാറ്റിയിട്ട് ഈ വഴി വിശാലമാക്കി മാറ്റി. അതിന്റെ അന്ത്യം യേശു പറയുന്നുണ്ട്, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വിശാലമാണ്. ഇന്ന് അവർ പ്രസംഗിച്ച ആൾക്കാരെ കൂട്ടുന്നത് സ്വർഗത്തിലേക്കല്ല, നിത്യനാശത്തിലേക്ക്, നരകത്തിലേക്ക് പോകാനാണ് ഈ പ്രസംഗം ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ പറ്റി? ലോകം മുഴുവൻ സഭയ്ക്കകത്ത് കയറിയേ. ഈ പീരീഡിൽ സഭ ഇങ്ങനെ ആയിപ്പോകുന്ന പറയുന്നത്. ഇനിയും താഴോട്ട് ഒന്നുകൂടെ വായിക്കുമ്പോൾ ക്ലിയർ ഇന്നത്തെ സംഭവങ്ങൾ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആമേൻ എന്നുള്ള അപ്രകാരം തന്നെ മാറ്റമില്ല, ഇങ്ങനെ ആകുമെന്ന് യേശു ആമേൻ എന്ന് അറിയിച്ച യേശു പറഞ്ഞു. ബാക്കി താഴോട്ട് വായിച്ചാൽ വെളിപ്പാട് നോക്കണമേ. ലവോദിക്ക പീരീഡ് വരുമ്പോൾ സഭ പറയുന്ന കാര്യം അന്നേ തമ്പുരാൻ എഴുതി വെച്ചെന്തറിയാമോ? സഭ ലവോദിക്ക പീരീഡ് വരുമ്പോൾ സഭ പറയും, ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു.
എനിക്കൊന്നിനും മുട്ടില്ല. ഇതായിരിക്കും യേശുവിന്റെ വരവിന് മുന്നോടിയായിട്ടുള്ള സഭയുടെ അവസ്ഥയെന്ന് അന്ന് എഴുതി വെച്ചതാ. ഇതല്ല ഇപ്പം. ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് 2 ജോഡി ഡ്രസ്സിൽ കൂടുതൽ ഓടുപ്പുള്ളവർ ഇവിടെ എത്ര പേരുണ്ട്? ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് ഡെയിലി ചായ കുടിക്കുന്ന എത്ര പേരിനകത്തിരിപ്പുണ്ട്? ചെരുപ്പിട്ട് ഇടുന്നവർ എത്ര പേരുണ്ട്? ചെരുപ്പിടുന്നവർ 5, 6, 7 പിള്ളേർ കാണും. എന്തെങ്കിലും കിട്ടിയാൽ ഒരു ദിവസം ചിലപ്പോൾ ഒരു നേരമായിരിക്കും, ബാക്കി പഴുകഞ്ഞി കഞ്ഞോളാം. അതായിരുന്നു ദീർഘവർഷങ്ങൾ, അനേക വർഷങ്ങൾ അങ്ങനെ അവസ്ഥയായിരുന്നു. പക്ഷെ ലേവോദിക്ക പീരീഡ് വരുമ്പോൾ യേശു പറയും, ഞാൻ സമ്പന്നനായിരിക്കുന്നു, ഒന്നിനും കുറവില്ല, മുട്ടില്ലെന്ന് പറയുന്ന അവസ്ഥയിൽ സഭ വരും. സത്യമല്ലയോ? ഇന്നൊരു 6-7 ജോഡി ഡ്രസ്സില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? താമസിക്കാൻ നല്ല വീടോ? കാര്യമൊന്നും ഇല്ലെങ്കിൽ എല്ലാ വീട്ടിലും 2 വണ്ടിയാണ്. ഈ അവസ്ഥ വന്നുകൊണ്ട് എന്താ പറ്റി? സഭ പറയുക, ഞാൻ ധനവാനാ, ഞാൻ സമ്പന്നനാ, എനിക്കൊന്നിനും മുട്ടില്ല. അടുത്തതാണ് ഡേഞ്ചറസ് ഒരു വാക്യമാണ്. വാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് ഡേഞ്ചർ. പക്ഷെ നിന്റെ ഒറിജിനൽ ആയിട്ടുള്ള അവസ്ഥ നീ അറിയാത്തുപോലുമില്ല. ഞാൻ നഗ്നനാണെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞാൽ എനിക്ക് എന്തോ ചെയ്യാൻ പറ്റും? ഉടുപ്പിടാൻ പറ്റും. പക്ഷെ ഞാൻ നഗ്നനാണെന്ന് ഞാൻ അറിഞ്ഞില്ലെങ്കിലോ ഞാൻ എന്തോ എടുക്കും? ഇന്നത്തെ സഭയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ സഭ ഞാൻ ദരിദ്രനാണെന്നും അരിഷ്ടനാണെന്നും കുരുടനാണെന്നും നഗ്നനാണെന്നും അറിയുന്ന പോലുമില്ല. തിരിച്ചറിവ് പോലും സഭയ്ക്ക് നഷ്ടപ്പെടും എന്ന് അന്ന് തമ്പുരാൻ ദൂത് പറഞ്ഞു. ലോകോദിക്ക പീരീഡ് വരുമ്പോൾ സഭയുടെ ആത്മീയ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം സഭ ആത്മീയമായി അന്ധതയിൽ കുരുട്ടിൽ ആയിരിക്കുമെന്ന് അന്നേ തമ്പുരാൻ പറഞ്ഞു. എന്താ സംഭവിച്ചത്? വലിയ വേദ പണ്ഡിതനായിരുന്ന ആത്മീയ ശ്രേഷ്ഠനായിരുന്ന പൗലോസ്ലിഹ പോലും ആത്മീയ ദാരിദ്ര്യത്തിന്റെ വാക്കുകളാണ് പറഞ്ഞത്. എന്താ പറയാ? വലിയ വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് പറഞ്ഞ് ഓടുകയാണ്. ഓരോ ദിവസം ഭയത്തോടെയാണ് എന്തറിയാമോ പുള്ളി ജീവിക്കുന്നത്. കാരണം ആത്മീയമായിട്ട് ഇവിടെ പറയുന്നുണ്ട്, ഞെളിയാതെ ഭയപ്പെടുക, സ്വാഭാവിക പോകുമ്പോഴേ ആദരിയാതെ ഇട്ടുകളഞ്ഞെങ്കിൽ നിങ്ങളെയും അങ്ങനെ ആയേക്കാം. ഇതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ എന്താ എടുത്തറിയാമോ? എന്നാൽ ഇന്നത്തെ പ്രസംഗകർ എന്തറിയാമോ? ഞങ്ങളെല്ലാം ധനവാനാ. എന്തുവാ? സ്വർഗം ഞങ്ങളുടെ പോക്കറ്റിലാണ്, ആത്മീയ നന്മകളെല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതെല്ലാമായി ഒരു ഭയവുമില്ല, ഒരു ഭക്തിയുമില്ല, എല്ലാം ധനത്തിന് വേണ്ടിയുള്ള പ്രസംഗം മാത്രമാണ്. സകല ലക്ഷ്യവും യേശുവിൽ വിശ്വസിക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അങ്ങനെയാകും ഇങ്ങനെയാകും. അതുകൊണ്ട് എന്താ പറയുക, ഞാൻ സാധാരണ പറയാറുണ്ട്, കന്നട്ടയ്ക്ക് 2 മക്കളാണ് ഉള്ളത്. രണ്ടിൻ്റെയും പേരെന്തുവാ? തരിക. ഇതാണ് കന്നട്ടയെ പോലെ വിശ്വാസികളായി മാറി. ദൈവസന്നിധിയിൽ ഉപവസിക്കുവാണെങ്കിലും പ്രാർത്ഥിക്കുവാണെങ്കിലും മുഴുവൻ തരിക, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തരിക, എനിക്ക് തരിക, ഭർത്താവിന് തരിക. എന്തുവാ തരേണ്ടത്? ജോലി വേണം, പൈസ വേണം, നല്ല വിവാഹം വേണം, നല്ല കാറ് വേണം, നല്ല വീട് വേണം, സ്വസ്ഥതയൊന്നും ഇല്ലാതിരിക്കണം, ശത്രുക്കളെയൊക്കെ ഒന്ന് മാറ്റണം. ഇതായും അവതപ്പതിച്ചു. ഒരു കൊച്ചൊരു പെന്തക്കോസ്ത് കൂട്ടിൽ ഒരു ഭവനത്തെ ജനിക്കുമ്പോൾ തന്നെ അവനൊരു പ്രത്യാശ ഉണ്ടാകും. ഇപ്പം എന്തോന്നറിയാമോ? ഒന്നില്ല UK അല്ലെ അമേരിക്ക. ഈ അവസ്ഥയിലേക്ക് സഭ ഭൗതിക ലോകത്തിന്റെ നേടുവാൻ വേണ്ടി യേശുവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് സഭ അധപ്പതിക്കുന്ന ഒരു അവസ്ഥയിൽ ഇന്നത്തെ ലേവോദിക്ക പീരീഡിലായി തീർന്നിരിക്കുന്നു. ഒരുത്തര് പോലും ഞാൻ ആത്മീയമായി ഞാൻ ഏത് അവസ്ഥയിലായിരുന്നു അറിയുന്നില്ല. എന്നാൽ പണ്ട് അങ്ങനല്ല. പക്ഷേ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അവർ സ്വർഗീയമായി കാക്ഷിച്ചു ഒരു നഗരം അതിനുവേണ്ടി കാത്തിരുന്നു. ഇന്നോ
കഷ്ടതയല്ല പ്രസവിക്കുന്നത്. താഴോട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ ആ വിഷയം വരുമ്പോഴത്തേന് ഞാൻ ജസ്റ്റ് ടച്ച് ചെയ്ത സമയമില്ല, ജസ്റ്റ് ടച്ച് ചെയ്തോളാം. അപ്പൊ നോക്കണമേ, നീ നഗ്നനാണെന്നും നീ കുരുടനാണെന്നും ദരിദ്രനാണെന്നും അരിഷ്ടനാണെന്നും നിർഭാഗ്യവാനാണെന്നും അറിയുന്നില്ല. എന്ത് രസമാ! ടി വി അങ്ങോട്ട് ഓണാക്കുമ്പോൾ തന്നെ ഒരാൾ ഇങ്ങോട്ട് വരും, ഓ ഇങ്ങനെ അങ്ങോട്ട് കാണി പടപടപടാന്നങ്ങ് വീഴുക. അവൻ വീണിട്ട് എഴുന്നേറ്റ് വരും. അവനെന്തൊരു മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ഒരു മാറ്റമില്ല. പിന്നെ ചുമ്മാ വീണു. ദയവായിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള മീറ്റിങ്ങിൽ പോകരുത്. ഇത് പലതും ദൈവത്തിൽ നിന്നുള്ളതല്ല, വഴി വിശാലമാക്കാൻ സാത്താൻ ഡയറക്റ്റ് വിട്ടിരിക്കുന്ന ഏജന്റുമാരാണ്. ഇതിൽ ഭൂരിപക്ഷം പേര് രക്ഷ അറിയത്ത് പോലുമില്ല, രക്ഷിക്കപ്പെട്ടവർ പോലും ആയിരിക്കണമെന്നില്ല. രക്ഷ എന്താണെന്ന് ഞാൻ ഇന്നലെ ക്ലാസ് എടുത്തത്, എത്ര പേർക്ക് ഓർമ്മയാണെന്ന് അറിയത്തില്ല. രക്ഷ ബ്രെയിനിൽ നടക്കുന്നതല്ല, ഹൃദയത്തിൽ നടക്കുന്ന. ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ എന്തുവാണ്, രക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ നീ ഏതവസ്ഥയിലായിരിക്കും നീ അറിയുന്നില്ല. ഇന്നത്തെ പ്രശ്നങ്ങൾ മുഴുവൻ മെറ്റീരിയലിസത്തിന് വേണ്ടി, ലോകം നേടുവാൻ, ലോകത്തിന് വേണ്ടി മാത്രമായി തീർന്ന ഒരവസ്ഥയിലേക്ക് സഭ അധപ്പതിച്ചുകൊണ്ടിരിക്കുക. ടി വി തുറന്നേ, എന്തുവാ? കുറെ വിടുതലും കുറെ അനുഗ്രഹവും കുറെ നന്മയും. എന്തിനാ ജനത്തെ ആരാധിപ്പിക്കുന്നത്? നേരത്തെ പറഞ്ഞില്ല, എന്തിനാ ജനത്തെ ആരാധിപ്പിക്കുന്നത്? ഒറിജിനൽ ആരാധനയ്ക്കകത്ത് ഒരാള്, പഴയ നിയമത്തിൽ ഒരാളുണ്ട്, പഴയ നിയമത്തിൽ പുള്ളി ആരാധിച്ചൊന്നുമില്ല, ആരാധന കണ്ടതേ ഉള്ളൂ, ഒറിജിനൽ ആരാധന കണ്ടതേ ഉള്ളൂ. ആരാധന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി പറയാ, എനിക്ക് അയ്യോ കഷ്ടം, എന്റെ നാക്ക് ശരിയല്ല. ഒറിജിനൽ ആരാധനയ്ക്കകത്ത് ഒരു മാറ്റം ഉണ്ടാകും. ഒറിജിനൽ ആരാധന കണ്ടാൽ മതി, ഒരു മാറ്റം വരും. അതിനുശേഷം ഒറിജിനൽ ആരാധനയ്ക്കകത്ത് വേറൊരു പ്രത്യേകത ഉണ്ട്, ക്ലിയറായി ദൈവശബ്ദം കേൾക്കും. ദൈവം എന്ത് തുടങ്ങിയോ അടുത്ത ദിവസം പിശാച് അതിൻ്റെ അതേ ഡ്യൂപ്ലിക്കേറ്റ് തുടങ്ങും. അപ്പം നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത നമ്മളെന്തൊട്ട് അറിയാമോ, ഇതിൽ മോശ വടിയിട്ടപ്പോൾ എന്തുമായി തീർന്നു? പാമ്പായി തീർന്നു. മന്ത്രവാദികളും കൊണ്ടുവന്ന് വടിയിട്ടപ്പോൾ എന്തുവായി? അതും പാമ്പുകളായി. ഇത് ഒരുമാതിരിപ്പെട്ട് തിരിച്ചറിയത്തില്ല. അതും പാമ്പ, ഇതും പാമ്പ, അതും പടിയ, ഇതും പടിയ. എന്നാൽ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് വ്യക്തമായി കണക്ഷൻ ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇതിൽ ദൈവമേതെന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ കഴിയൂ. ഒരു സഭയെ നശിപ്പിക്കുവാൻ പിശാചിന്റെ ഏറ്റവും ശക്തമായ ആയുധം സഭയ്ക്കെതിരെ പീഡ അഴിച്ചു വിടുന്നതല്ല, സഭയെ ലോകവുമായിട്ട് കൂട്ടി കലർത്തുന്നതാണ് ഒരു സഭയെ നശിപ്പിക്കുവാൻ ഏറ്റവും ശക്തമായ ആയുധം. കാരണം അപ്പോൾ സഭയ്ക്കകത്ത് ലോകം വരും. സഭ നിയന്ത്രിക്കുന്നത് ലോകക്കാരാ. അനേക സഭകളിലെ സെക്രട്ടറി പ്രസിഡന്റുമാര് പലതുണ്ടല്ലോ. ഇത് മുഴുവൻ എന്താ സംഭവിക്കുന്നത്? ഡയറക്റ്റ് മറ്റവന്റെ ഏജന്റുമാരായി കയറിയിരിക്കുക. പണ്ടാരാണ്ട് ഒരു പ്രവാചകൻ പറഞ്ഞതുപോലെ, സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സഭയിൽ വന്നു ഒരു പ്രവാചകൻ. അങ്ങോട്ട് എന്നിട്ട് തലയെ കൈവച്ചിട്ടുണ്ട്, കുലുക്കോ കുലുക്കില്ല, മകനെ ഞാൻ നിന്നെ വാലല്ല തലയാക്കും. ഇത് കേൾക്കുമ്പോൾ പാസിന്റെ ചങ്കിടിക്കും. കാരണം യവൻ വാലായിട്ടിരിക്കുമ്പോൾ സഭയ്ക്ക് തലവേദനയായി. യവനപ്പം സഭയ്ക്കാടെ സെക്രട്ടറി ആയാലുള്ള കാര്യമോ? യവൻ വാലായിട്ട് പുറകിലിരിക്കുമ്പോൾ തന്നെ സഭ പൊളിയാറായി. ഇനി സെക്രട്ടറി ആയിട്ട് കയറിയുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അനേക സഭകൾ പൊളിയുന്നതിന്റെ കാരണവും ഇതാ. തിരിച്ചറിവ് നഷ്ടപ്പെടും സഭയ്ക്ക്. ഞാൻ ഏതവസ്ഥയിലാണെന്നും, ഞാൻ നഗ്നനാണെന്നും, ഞാൻ കുരുടനാണെന്നും, ഞാൻ അരിഷ്ടനാണെന്നും, നിർഭാഗ്യവാനാണെന്നും എനിക്ക് തിരിച്ചറിവില്ല. താഴോട്ട് വായിച്ച പെട്ടെന്ന്. എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്ന് നീ അറിയാതെ ഇരിക്കുകയാൽ നീ സമ്പന്നനാകേണ്ടതിന്. അടുത്തത് പറയുക, സഭയുടെ ഗുണദോഷം പറയുക. നീ സമ്പന്നനാകേണ്ടതിന് ലേവോദിക്ക പീരീഡിലെ സഭ സമ്പന്നനാകണമെങ്കിൽ തീയിൽ സഭയെ ഊതിക്കഴിച്ചെങ്കിൽ മാത്രമേ സമ്പന്നനാകത്തുള്ളൂ. പക്ഷെ ഇന്നതിന് വിരുദ്ധമായിട്ട് പ്രസംഗിക്കുകയാണ്. കഷ്ടതയില്ല, അനുഗ്രഹം വിടുതൽ, അനുഗ്രഹം വിടുതൽ എന്ന് കേൾക്കാൻ ചെവിയുള്ളവർ കേട്ടോ. അതിന് താഴെ യേശു വ്യക്തമായിട്ട് വാക്യമുണ്ട്, അത് വാക്യം മനസ്സിലാവും. വായിച്ചോ.
നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് ഈ പീരീഡിലെ സഭയോട് ബുദ്ധി പറയുക. ഈ 3 കാര്യങ്ങൾ വിലക്ക് മേടിച്ചോണം. ഇല്ലെങ്കിൽ നിന്റെ പോക്ക് നരകത്തിലേക്കാണ്. നീ പോകുന്നത് ഞെരുക്കമുള്ള വഴിയിൽ കൂടി അല്ല, വിശാല വഴിയിൽ കൂടി ആകിയാൽ അതിന്റെ അവസാനം നിത്യനാശത്തിലേക്കാണെന്ന് ഇന്നത്തെ സഭ തിരിച്ചറിഞ്ഞിട്ട് എവിടെ പരാജയം പറ്റിയോ ഈ 3 കാര്യങ്ങൾ വിലക്ക് മേടിച്ചില്ലെങ്കിൽ അവന്റെ ആത്മാവ് നിത്യ നരകത്തിലേക്കായിരിക്കും പോകുന്നത്. താഴെ വാക്യോട് വായിച്ചട്ടെ. മനോഹരമായൊരു വാക്യമാണ്. ഈ ലേവോദിക്യ പീരീഡിലും പ്രത്യാശയ്ക്കൊരു വകയുണ്ട്. ഈ പീരീഡിലും ചില വ്യക്തികളെ ദൈവം സ്നേഹിക്കുന്നു. അവര് തകർന്നു പോകാതിരിക്കുവാൻ. എന്നിട്ട് പറയുക, ഈ ലവോദിക്യ സഭയിലെ ചില വ്യക്തികളോട് ദൈവം പറയുകയാണ്, എനിക്ക് പ്രിയമുള്ളവരെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, നിങ്ങളെ ദൈവം ഇടയ്ക്കിടയ്ക്ക് കഷ്ടങ്ങളാൽ, പീഡയാൽ, ഞെരുക്കങ്ങളാൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി താമസിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ആഴമായി സ്നേഹിക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ തന്നെയോ. കാരണം ഈ ലവോദിക്യ പീരീഡിൽ നീ നശിച്ച് നരകത്തിൽ പോകാൻ ദൈവത്തിന് ഇഷ്ടമില്ല. നിന്നെ എങ്ങനെയെങ്കിലും നിത്യതയിൽ എത്തിക്കുവാൻ, വല്ല വിധേന നിന്നെ നിത്യതയിൽ എത്തിക്കുവാൻ നിന്നെ ചില കഷ്ടതയിൽ കൂടെ, ഞെരുക്കത്തിൽ, പ്രയാസത്തിൽ കൂടെ കടത്തി വിട്ടെങ്കിൽ മാത്രമേ കഴിയൂ എന്ന് തമ്പുരാൻ അറിയാം. അതുകൊണ്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ട ലവോദിക്യ സഭയോടും ഒരു സന്തോഷത്തിന്റെ ദൂത. ആ സഭയുടെ അവസ്ഥയിലും ചില വ്യക്തികളെ ദൈവം സ്നേഹിക്കുന്നു. നീ അടുത്തിരിക്കുന്നവരെ നോക്കിയിട്ട് പറയും, എനിക്ക് വരുന്ന കഷ്ടത അവനില്ലല്ലോ. എന്നും എൻ്റെ ജീവിതത്തിൽ കഷ്ടതയാ, എന്നും എൻ്റെ ജീവിതത്തിൽ പ്രയാസമാ. ഞാൻ പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല. ഒരു പ്രാർത്ഥനയ്ക്ക് വേറെ മറുപടി കിട്ടുമ്പോൾ 2 വിഷയം വേറെ അപ്പുറം കിടക്കുകയാണ്. എന്താ ഇങ്ങനെ? അതിന്റെ ആൻസർ എവിടെയേക്കുന്നത്? എനിക്ക് പ്രിയമുള്ളവളാണ് നീ, എനിക്ക് പ്രിയമുള്ളവനാണ് നീ. അതുകൊണ്ട് ഞാൻ നിന്നെ ശാസിക്കും, അതുകൊണ്ട് ഞാൻ നിന്നെ ശിക്ഷിക്കുമെന്ന് തമ്പുരാൻ അരുളി ചെയ്യുന്നു. ഞെരുക്കത്തിന്റെ പാതയിൽ നിന്നെ കൊണ്ടുവരുവാൻ, വിശാല വഴി വിട്ട് ഇടുങ്ങിയ വഴിയിൽ, യേശു ക്രിസ്തുവിന്റെ വഴിയിൽ, സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഈ വഴിയാ. നിനക്കതില്ലെങ്കിൽ ഓർത്തോ, നീ ലവോദിക്കയിലെ മറ്റേ ഗ്രൂപ്പിലാ. ഏത് കാലഘട്ടത്തിലും എന്താ അന്ന് കുസ്തന്തീനോസിനെ എഴുന്നേൽപ്പിച്ചതുപോലെ കുസ്തന്തീനോസ് സിമ്പിൾ നേരം കൊണ്ട് ലക്ഷങ്ങളെ ക്രിസ്ത്യാനികളാക്കി മാറ്റി. ഇന്ന് അവന്റെ ഏജന്റുമാർ പ്രസംഗിച്ച് എന്ത് വേഗം ആൾക്കാർ വിശ്വാസത്തിൽ വരുന്നത്, എന്ത് വേഗം സ്നാനപ്പെടുന്നത്, എന്ത് വേഗം സഭ വളരുന്നത്. വഴി വിശാലമാക്കി കൊടുത്താൽ, സ്വർഗരാജ്യത്തിലേക്കുള്ള വഴിയിലെ ചില ഹിൻഡ്രൻസ് കൊണ്ട് മാറ്റിയാൽ, ചില ഉപദേശങ്ങൾ കട്ടിയുള്ളതുകൊണ്ട് മാറ്റിവെച്ചാൽ, വിശാല വഴിയാക്കിയാൽ ഈ സഭയിൽ നിറയും. ഞാൻ കേട്ട ഒരു കാര്യം ഞാൻ പറയാം. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സഭ പെന്തക്കോസ്ത് സഭ, ഡി മോഹൻ എന്ന് പറയുന്ന പാസ്റ്റർ സഭയാ. 25,000 ആൾക്കാരിൽ കൂടുതൽ, ഇന്ന് 30,000 അടുത്ത് കാണും ആൾക്കാരുണ്ട്. തീ ആരാധനയാണ്. തീ ആരാധന നമുക്കറിയാമല്ലോ. ഈ കൂടുതൽ ആരാധന എന്തിനു വേണ്ടി അറിയാം? എന്തിനു വേണ്ടി ആരാധന? കാര്യ സാധ്യത്തിന് വേണ്ടി ആരാധനയല്ലത്. ഇങ്ങോട്ടെന്തെങ്കിലും കിട്ടുവാൻ അങ്ങോട്ട് കൊടുത്താലേ പറ്റുള്ളൂ. പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ഒന്ന് ചൂട് കയറ്റി വെക്കും. ഈ ആരാധനയിൽ അവർക്ക് സന്തോഷം കിട്ടും. അതിന്റെ ഉദാഹരണം ഞാൻ പറയാം. ഹൃദയത്തിനകത്തല്ല ആരാധന സന്തോഷം വരുന്ന സോളില. അത് ഞാൻ ഉദാഹരണത്തിൽ കൂടെ മനസ്സിലാക്കി തരാം. എനിക്കിഷ്ടമുള്ളൊരു കളി ക്രിക്കറ്റാണെന്ന് വിചാരിച്ചു. ഞാൻ ക്രിക്കറ്റ് കാണാറില്ല. എനിക്കിഷ്ടമുള്ള ഏറ്റവും വലിയ ബാറ്റ്സ്മാൻ ഒരു ആരുടെ എക്സോർവൈ പേര് സാം എന്നാണെന്ന് വിചാരിച്ച. സാമു എനിക്കിഷ്ടമുള്ള ബാറ്റ്സ്മാനാണ്. പുള്ളിയാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ആരാധകനാണ്. എനിക്കിഷ്ടമുള്ള കളി എന്തുവാ? ക്രിക്കറ്റ്. എനിക്കിഷ്ടമുള്ള പ്ലെയർ ആരാ? സാം.
അപ്പൊ സാം അങ്ങോട്ട് അടിക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുക, ഓ ഇപ്പം കാണാം വെടിക്കെട്ട്. ഓരോ പന്ത് വരുന്തോറും സാം അത് 6 അടിക്കുക. അങ്ങനെ 6 അടിച്ചടിച്ച് വരുമ്പോൾ ഓരോ 6 സാം അടിക്കും തോറും ഞാൻ എന്തോ കൊടുക്കും, അറിയാതെ ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് അടിക്കുന്നുണ്ട്. 2 കൈയൊക്കെ ഒന്ന് പൊക്കി ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ നിൽക്കും, തുല്ലി നിൽക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവസാനം ഒരു ബോളേ ഉള്ളു. 4 അടിച്ചാൽ സമനിലയാകും, 6 അടിച്ചാൽ ജയിക്കും. അപ്പൊ സാം ഇങ്ങനെ വാറ്റോടെ നിൽക്കുക, എന്ത് സംഭവിക്കാം. 4 അടിച്ചാൽ സമനില, 6 അടിച്ചാൽ ജയിച്ചു. അപ്പൊ ഞാനിങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. അവസാനം സാമും 2 കൽപ്പിച്ച് വയ്ക്കുക. ഒരാൾ എറിഞ്ഞു, സാം 2 കൽപ്പിച്ച് ഒറ്റ അടി അടിച്ചു. അത് ഭാഗ്യത്തിന് 6 ആയിപ്പോയി. ഞാനാ ഇരിക്കുന്നിടത്ത് ചാടി ഒന്ന് എഴുന്നേറ്റിട്ടൊരു തുള്ളൽ തുള്ളി പടക്കൊക്കെ പഠിച്ചു, ഭയങ്കര ബഹളം. കാരണം എന്താ? എന്റെ സോളിനെ അത് ടച്ച് ചെയ്ത് എന്റെ സോൾ ഇളകി. അന്ന് രാത്രി ഞാൻ ഇറങ്ങുമ്പോഴും സാമിന്റെ ബാറ്റിങ്ങാ ഇങ്ങനെ കാണും. ഓ ഇന്നത്തെ അന്ന് കണ്ട അയ്യോ അത് കാണാൻ പറ്റിയത് ഭാഗ്യമാണ്. ഞാൻ നാളെ ആരോടാ നമ്മുടെ ജിനുവിനെ കാണുമ്പോ, ജിനു നീ ഇന്നലത്തെ കളി കണ്ടോ? ഇല്ലോ. ഓ എന്തത് കാണണ്ടോടോ? പിന്നെ ആരോടാ നേരെ ജെറിയൊക്കെ പറഞ്ഞു, ജെറി നീ കളി കണ്ടായിരുന്നോ? ഓ അത് കാണേണ്ട തന്നെയായിരുന്നു, എന്തോ അടിയായിരുന്നു. ഒരു 3-4 ദിവസം കഴിഞ്ഞ എൻ്റെ മനസ്സിൽ നിൽക്കുക. അതെൻ്റെ ആത്മാവിനെയാണ് ടച്ച് ചെയ്ത്, സോളിനെയാണ് ടച്ച് ചെയ്തത്. എനിക്ക് സന്തോഷം ഉണ്ടായോ? നല്ലൊരു സന്തോഷം ഉണ്ടായി. ഇതാ ഇന്നത്തെ ആരാധന നടക്കുന്നത്. പല ആരാധനകളും ആൾക്കാരെ ഇളക്കി വിട്ടുകൊണ്ട് ആരാധിപ്പിക്കുന്ന ഈ ആരാധന ഹൃദയത്തെ അല്ല ടച്ച് ചെയ്യുന്നത്, സോളിനെ ഇളക്കിക്കൊണ്ട്. കുറെ സന്തോഷം കിട്ടും, കുറെ സുഖം കിട്ടും, കുറെ വിടുതലൊക്കെ കാണുമ്പോൾ ആരാധിക്കും. ആത്മാവിനെ അല്ലത് ടച്ച് ചെയ്യുന്നത്. അവിടെ സ്വഭാവത്തിനും മാറ്റം വരുന്നില്ല. ദൈവ ശബ്ദം കേൾക്കുകയോ ദൈവത്തെ അവർ കാണുകയോ ചെയ്യുന്നില്ല. ഈ തന്ത്രം എടുത്തുകൊണ്ട് സഭയെ പിശാച് തകർത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡാണ് ഞാനും നിങ്ങളും ഇന്നത്തെ സഭയിലായിരിക്കുന്നത്. ഇതെന്റെ വാക്കല്ല. ഇങ്ങനത്തെ അവസ്ഥയിൽ കൂടെ ആയിരിക്കും സഭ പോകുന്നതെന്ന് ആമേൻ എന്നുള്ളവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചു. എനിക്ക് പ്രിയമുള്ളവരെ, ഞാൻ ശാസിക്കുകയും ഞാൻ ശിക്ഷിക്കുകയും ചെയ്യും. താഴോട്ട് വായിച്ചേ. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഇപ്പം മനസ്സിലായോ ആരോടാ ഇത് പറയുന്നത്? സഭയ്ക്ക് വെളിയിലുള്ളവരോടുള്ള ദൂത് അല്ലേ? അല്ല. ലേവോദിക്യ സഭയിലുള്ള പെന്തിക്കോസ്കാരാ, ഇത് നിന്നോടുള്ള ദൂതാ. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടില്ല. വീമ്പ് പറയാൻ പറ്റും, എന്റെ വെള്ളിപ്പൻ ഇന്നോളായിരുന്നു, യോ ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് അങ്ങനെ ആയിരുന്നു. അതല്ല, ഇന്നത്തെ അവസ്ഥയിൽ ഏതവസ്ഥയിലായിരിക്കും. ജാഗ്രതയുള്ളവരായിരിക്കുക, മാനസാന്തരപ്പെടുക. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. വായിച്ചു. ആരെങ്കിലും. അതെന്താ? എല്ലാരും കേൾക്കത്തില്ല. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ എത്ര പേര് കേൾക്കുമെന്ന് കേൾക്കുന്ന പറഞ്ഞാൽ എല്ലാവരും കേൾക്കുന്നുണ്ട്. അനുസരിക്കുമെന്ന് അറിയത്തില്ല. ആകെയാണ് ഈ ജാഗ്രതയുള്ള. ഞാൻ വാതിക്കൽ വിട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും വാതിൽ തുറക്കുന്നവനോട് കൂടെ അത്താഴം കഴിക്കും. ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കിയേ, എത്ര പേരുടെ ഹൃദയത്തിൽ ഇന്ന് യേശു ഉണ്ട്. തമാശ എടുക്കരുത്. ഞാൻ ഇന്നലെ ക്ലാസ് എടുത്തപ്പോൾ ഒരു ഹിന്ദു മനുഷ്യൻ കേട്ടോണ്ടിരിക്കുക. ആ മനുഷ്യൻ ശക്തമായി സൂചന ചെയ്തുകൊണ്ടിരിക്കുന്നവനാ. അന്നും 1-2 പേർക്ക് സൂചനം പറഞ്ഞു ചില ഹിന്ദുക്കളെ തന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നൊരു മനുഷ്യൻ അദ്ദേഹം. പക്ഷെ ഞാൻ ഈ പദം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി ചിന്തിച്ചു, ഞാൻ സൂചന വേലയുണ്ട്, പലരോട് സൂചനം പറയുന്നുണ്ട്, പക്ഷെ യേശു എൻ്റെ ഹൃദയത്തിലുള്ളതായിട്ട് എനിക്ക് ശക്തമായി ഫീലിംഗ് ഇല്ല. കാരണം ഞാൻ ജീവിക്കുന്നത് വേറെ കാര്യത്തിന് വേണ്ടിയാണല്ലോ. പിന്നെ അതിൻ്റെ കൂടെ സൂചന വേല ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് ഒരു കാര്യം മനസ്സിലായി. അന്ന് പുള്ളി ഉറങ്ങിയില്ല. പുള്ളി എന്നോട് പിന്നീട് പിറ്റേ ദിവസം സാക്ഷ്യം പറഞ്ഞാ ഉറങ്ങിയില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. പാതിരാത്രിയിൽ ആ മനുഷ്യനെ എഴുന്നേറ്റ് മുട്ടുകുത്തി
ഭാര്യയും പിള്ളേരും കിടന്നുറങ്ങുമ്പോൾ മുട്ടുകുത്തി അന്ന് രാത്രി കരഞ്ഞുകൊണ്ട് ദൈവത്തിന് പറഞ്ഞു, ദൈവമേ, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇത്ര വർഷമായി, ഞാൻ ഇന്ന് സൂചന വേല ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്, എൻ്റെ ഹൃദയത്തിൽ അങ്ങേക്ക് സ്ഥാനം ഞാൻ നഷ്ടപ്പെടുത്തി, എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് മടങ്ങി വരണമേ. ഹൃദയം യേശുവിന്റെ സ്ഥാനം മാറ്റി ധനത്തിന് വേണ്ടി കൊടുത്തു. തെളിവെന്തുവാ? ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? എന്തിനു വേണ്ടി ജീവിക്കുന്നു? ധനമുണ്ടാക്കാൻ. ലക്ഷ്യം എന്തുവാ? എങ്ങനെയാലും നല്ലതായിട്ടൊന്ന് പഠിച്ച് നല്ലൊരു ജോലി സമ്പാദിക്കണം, നല്ല കുറെ പൈസ ഉണ്ടാക്കണം. പിന്നെന്തുവാ? ഒരു നല്ല കാർ എടുക്കണം, ഒരു നല്ല കല്യാണം കഴിക്കണം. യേശുവല്ല ലക്ഷ്യം. എബ്രായത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, ജസ്റ്റ് ടച്ച് ചെയ്തിടാനേ പറ്റത്തുള്ളൂ. അന്നത്തെ കാലത്തെ ക്രിസ്ത്യാനികളെ കുറിച്ച് എഴുതിയേക്കുന്നയാ. അവിടെ ഇങ്ങനെ എഴുതിയേക്കുന്നത്, അന്നത്തെ കാലത്തെ വിശ്വാസ സമൂഹത്തിൽ ഒരാൾ വിശ്വസിച്ച് വരുമ്പോൾ അവന്റെ വസ്തുവക മുഴുവനും ഗവൺമെന്റ് കണ്ടുകെട്ടും. ആ സമയത്ത് എഴുതിയേക്കുന്നതാണ് 10:34. വായിക്കണ്ട, സമയം കഴിഞ്ഞുകൊണ്ട് വായിക്കണ്ട. എഴുതിയേക്കുന്നയാ, അവരുടെ സമ്പത്തുക്കളുടെ അപഹാരം അവര് സന്തോഷത്തോടെ സഹിച്ചു. വല്ലതും മനസ്സിലായോ? ഉദാഹരണം പറയും, നിങ്ങളുടെ സാമ്പാസ് അന്നത്തെ കാലത്താണ് ജീവിച്ചിരിക്കുന്നെങ്കിൽ സാമ്പാസ് ഇന്ന് യേശുവിനെ രക്ഷിതാകർത്താമായി സ്വീകരിച്ചെന്ന് ഗവൺമെന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ സാമ്പാസിന്റെ പുതിയ ബുള്ളറ്റും കാറും അപ്പച്ചന്റെ ഉൾപ്പെടെ സകല വണ്ടികളും ഗവൺമെന്റ് എടുത്തുകൊണ്ട് പോകും. ഇവിടെ എവിടൊക്കെ ഈ കാണുന്ന ഉപയോഗമുള്ള ഉപയോഗം ഇല്ലാത്ത സാധനമാണെങ്കിലും എല്ലാം പുറകെ കൊണ്ടുപോകും. ഈ സ്ഥലവും ഈ വീടും അന്ന് മുതൽ ഗവൺമെന്റിന്റെ ആയി മാറി. ഇങ്ങനെ വരുമ്പോ സാമ്പാസ് അത് പൊട്ടിച്ചിരിക്കുമോ അതോ ക്ഷമിക്കും? ഞാനാണെങ്കിൽ ഉള്ളത് പറയാമല്ലോ, പൊട്ടിക്കരയും. ഇത്രയും വർഷം ആയത്, എത്രത്തോളം വർഷമുള്ള അല്ല ഇത്രയും എൻ്റെ ആയിട്ട് സൂക്ഷിച്ച് ഞാൻ പൈസ കൊടുത്ത് മേടിച്ചാണ്, അധ്വാനിച്ച് മേടിച്ചതെല്ലാം ഡാഷ് മക്കൾ കൊണ്ടുപോയില്ലോ എന്ന് വേണേ പറയും. പക്ഷെ വേദപുസ്തകത്തിൽ എഴുതിയേക്കുന്ന കാര്യം പറയാം, ഈ സമ്പത്ത് അവർ അപഹരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ സന്തോഷത്തോടെ സഹിച്ചു. അതിന് കാരണമുണ്ട്. അവർക്കൊരു കാര്യം വ്യക്തമായി അറിയാം, എന്റെ നാമത്തെ പ്രതി എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ 100 മടങ്ങ് ഞാൻ തിരിച്ചു തരാമെന്ന് വാക്ക് പറഞ്ഞവൻ ഉയരത്തിൽ നിന്നും ജീവിക്കുന്നുണ്ട്. ഗവൺമെന്റ് നീ എന്റെ എന്തെടുത്തോട്ട് പോയാലും എനിക്ക് നഷ്ടമല്ല, അത് ലാഭമാണ്. ഒരു ഉറപ്പ് അവിടെ ഉള്ളിലുണ്ടായിരുന്നു, ഒരു ഉറപ്പ്. ആരാധനയ്ക്ക് വേണ്ടി വരുമ്പോൾ ഒരു 50 രൂപ നമ്മുടെ പോക്കറ്റ് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അന്നത്തെ ആരാധന ഷൂ. കാരണം എന്താ? എങ്കിലും 50 രൂപ പോയല്ലോ. ഇത് കുടുംബം, സകല കുടുംബവും പിടിച്ചു പറിച്ചോണ്ട് പോകുമ്പോഴും അവരാരും സന്തോഷത്തോടെ വരുന്നത്. മനോഹരമായ വാക്യം, യേശുവിനെ കുറിച്ച് എഴുതി വെച്ചേക്കുന്ന വാക്യം ഇതാ, സംഭവിക്കുവാൻ പോകുന്നത് മുഴുവനും യേശു ഉള്ളിൽ അറിഞ്ഞു. ഏതൊക്കെ ക്രൂര പീഡയുണ്ടാകും, ഏതെല്ലാം നിന്ദയും പരിഹാസവും അടിയും ഉണ്ടാകുമെന്ന് യേശു വ്യക്തമായി അറിഞ്ഞു. എന്നിട്ട് എഴുതിയേക്കുന്ന ഇങ്ങനെ മനോഹരമായിട്ട് എഴുതിയേക്കുന്ന വാക്യമാണ്. എന്നിട്ട് ഗെത്സമനെ തോട്ടത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവൻ സ്തോത്രം പാടിക്കൊണ്ട് ഒലിവുമലയിലേക്ക് പോയി. മുമ്പിൽ ഭീകര കഷ്ടതയാണെന്ന് യേശു അറിയാം. ആ കഷ്ടതയെ യേശു നേരിടാൻ പോയത് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ടല്ല, പാട്ടും പാടിക്കൊണ്ടുപോയി. യേശുവിനൊരു കാര്യം അറിയാം, എനിക്ക് സംഭവിക്കുന്നത് മുഴുവനും ലാഭമായി മാറ്റുവാൻ, നന്മയാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഇതിന് വിരുദ്ധമായി ഇന്നത്തെ സഭകളുടെ പ്രസംഗം. ഇന്ന് യേശുവിനെ അറിയുന്നത് എന്തിനു വേണ്ടിയാ? കഷ്ടതയില്ല, ദാരിദ്ര്യമില്ല, അനുഗ്രഹം അനുഗ്രഹം അനുഗ്രഹം. ലക്ഷ്യം മാറിപ്പോയി. ലക്ഷ്യം. ആ കഷ്ടതയുടെ ടോപ്പിക്ക് ഞാൻ വേറെ ദിവസം എടുക്കാം. ഈ കഷ്ടത കൊണ്ടുള്ള ഗുണങ്ങൾ എന്താ, കഷ്ടതയെന്നും അന്നേ അറിയത്തുള്ളൂ ഇതിന്റെ പ്രയോജനം എന്താ, ഇത് എന്തുവാണെന്ന്. ഇവര് ഇന്നത്തെ കാലത്ത് ഞാൻ പറയാം, ലവോദിക്യ സഭ, ലോകവും സഭയും ഒന്നിച്ചു പോകുന്ന ഒരു കാലഘട്ടമല്ല ലവോദിക്യ സഭ. ലോകത്തിനോട്, നിങ്ങൾ ലോകക്കാരോട് ഇടകലരരുത്. ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ നോക്കണം, ദൈവത്തിന്റെ ശത്രുവായി മാറുന്നു. ഇന്ന് ലോകത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും പെന്തക്കോസ്ത് സഭയ്ക്കകത്ത്
ഉണ്ട്, വരും. മത നേതാക്കന്മാർ വരും. കാരണം എന്താ? നമ്മളിരിക്കുന്ന ദിവസമായിരിക്കുന്ന അതേ കസേര ആരെയും കൊണ്ടിരുത്തും. കാരണം എന്താ? ലോകവും സഭയും മിങ്കിളായി. ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സഭയെ, ഇന്നത്തെ കാലത്ത് സഭയെ നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവല്ല, ധനം. എനിക്കറിയാം, വ്യക്തമായി അറിയാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ കാര്യമല്ല. ഞാൻ ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നില്ല, ഈ സമയം തീർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. പറയാം, ബാക്കി പെട്ടെന്ന് വായിച്ചു നിർത്തിക്കാം. ബാക്കി വെളിപ്പാട് പുസ്തകം ബാക്കി പെട്ടെന്ന്. ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. നോക്കിക്കേ, ലവോദിക്യ സഭയെ ലോകം ഉള്ളിൽ കടക്കുമ്പോൾ, ലോകം കാരണം പിശാചിന്റെ ഏറ്റവും വലിയ, നേരത്തെ പറഞ്ഞ പോലെ അല്പം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു പറഞ്ഞത് ഭയങ്കര ഒരു ചതിവ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനകത്ത് ജയിച്ചു വരുന്നവന് യേശു ഇരിക്കുന്ന അതേ സിംഹാസനത്തിൽ ഇരുത്താമെന്ന് വാഗ്ദത്തം പറഞ്ഞവന്റെ അടുക്കലാണ് നമ്മൾ ചെല്ലാൻ പോകുന്നത്. അടുത്ത വാക്യം വായിച്ചട്ടെ. ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. യേശു എങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുന്നു അതുപോലെ തന്നെ ഈ ലോകോദിക്യ പീരീഡിൽ ലോകവുമായിട്ട് കോംപ്രമൈസിൽ പോകാതെ, ചില കൽപ്പനകൾ അനുസരിക്കാൻ ഈസിയാണ്, ചിലത് ഇച്ചിരി വിഷമമുള്ളതിനെ അങ്ങ് വിട്ടുകളയും, ഈസി അതിനനുസരിക്കും. ഇത് ഞാൻ കോംപ്രമൈസ് എന്ന് പറയുന്നത്. ഞാൻ വേറെ പറയാം. ഞാൻ നേരത്തെ അല്ലേ പറഞ്ഞില്ല, ഇത് ഒരു ക്ലാസ് കൊണ്ട് തീരുന്ന അല്ലാത്തോണ്ട് ഓടിച്ചിട്ട് താഴോട്ട് വായിച്ചിട്ട് അതോടെ വായിച്ചു നിർത്താം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതാണ് ഇന്നത്തെ കാലത്ത് സഭയുള്ള ദൂതിത. നിർത്തുമ്പോൾ പറയുക, ആത്മാവ് സഭകളോട്, ലവോദിക്യ പീരീഡുള്ള സകല സഭകളോട് ഇന്ന് ആത്മാവ് പറയുന്ന ദൂതിത. മടങ്ങി വരിക, തിരിച്ചറിയുക. എന്താ പറ്റി? ഇന്നത്തെ വിശ്വാസയുടെ കണ്ണ് കുരുടായിപ്പോണ്ട് എന്തോ നടക്കുന്നത് കാണുന്നില്ല, എങ്ങനെ നടക്കുന്നത് കാണുന്നില്ല. അവിടെ എഴുതിയിട്ടുണ്ട്, അവർ കണ്ണ് കുരുട്ടായിപ്പോയി, നഗ്നരെന്ന് തിരിച്ചറിയുന്നില്ല. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ. തമ്പുരാൻ അറിയാം, എല്ലാവരും കേൾക്കത്തില്ല, ഇതെല്ലാവരും അനുസരിക്കത്തില്ല. എല്ലാവർക്കും ചെവിയുണ്ട്, പക്ഷെ അനുസരിക്കുന്നവർ വളരെ കുറച്ചുണ്ട്. അതുകൊണ്ട് ഓർക്കണമേ, സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവുമാണ്. 2000 വർഷം കഴിയുമ്പോൾ വഴി വിശാലമാക്കുമെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. അന്നും ഇന്നും എന്നും സ്വർഗത്തിലേക്കുള്ള വഴി ഒറ്റ വഴിയേ ഉള്ളൂ, മാറ്റം വന്നിട്ടില്ല. ഈ വിശാല വഴി ആക്കിയത് ആരാന്നറിയാമോ? പെന്തക്കോസ്ത് പ്രസംഗം. വിശാല വഴിയല്ല ഇത്. നിത്യത്തിലേക്കുള്ള വഴി വിശാലമല്ല, വേറെ ഒത്തിരി. ഇനി ഞാൻ വേറൊരു സമയം ബാക്കി എടുക്കാം. ഈ വാക്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഞാൻ പറയാം. ഇന്നത്തെ കാലഘട്ടത്തെ സഭയെ വിവേചിക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക, ദൈവമേ ഞാൻ ഇറങ്ങി വല്ലവിധനെയും ആ സ്വർഗരാജ്യം എനിക്ക് പ്രാപിക്കണം, നിത്യതയിൽ എനിക്ക് എത്തണം. ഞാൻ ഇത്രയും ഇറങ്ങിയെങ്കിൽ നിന്ന് സഹിച്ചു, പലതും സഹിച്ച് വിട്ടേച്ച് ഞാൻ ഇറങ്ങിയിട്ട് ആ നിത്യജീവിതം എനിക്ക് നഷ്ടപ്പെട്ടു പോകാതെ, യേശുവിനോടുള്ള വാസം നഷ്ടപ്പെട്ടു പോകാതെ നിത്യതയിലെത്തുവാൻ എന്നെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ പൗലോസിന്റെ വാക്കുകൾ നമുക്ക് ചുരുക്കി നിർത്താം. വല്ലവിധേനയും മരിച്ചുകൊണ്ടിരുന്ന പുനരുദ്ധാനം പ്രാപിച്ച് കർത്താവിനോട് ആയിരിക്കുവാൻ നമുക്കും ആഗ്രഹത്തോടെ, നമുക്കും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ഈ കാലഘട്ടത്തിൽ സഭയെ വിവേചിച്ചുകൊണ്ട് ഞാൻ പിന്നെയും പറയാം, ഇങ്ങനെയുള്ളവർ ഒറ്റ ദൈവദാസന്മാരെ പ്രസംഗം കേൾക്കാൻ നിങ്ങൾ പോകരുത്. പോയാൽ നാം അറിയാതെ ലോകം നമ്മുടെ ഉള്ളിൽ വരും, സഭയ്ക്കകത്ത് ലോകം കയറും, തിരിച്ചറിയത്തില്ല. ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എണ്ണം കൂടുന്നുണ്ട്. യേശുവിന്റെ വാക്ക് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, മനുഷ്യപുത്രൻ രണ്ടാമത് വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? വിശ്വാസികളെ കണ്ടെത്തുമോ എന്നല്ല, വിശ്വാസികളായിട്ട് ചോദിക്കുവാണെങ്കിൽ ലക്ഷക്കണക്കിന് ഇപ്പം എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ തമ്പുരാൻ ചോദിക്കുന്ന ചോദ്യമാണ്, മനുഷ്യപുത്രന്റെ വരവെങ്കിൽ വിശ്വാസം കണ്ടെത്തുമോ? കാരണം തമ്പുരാൻ അറിയാം, എണ്ണത്തിലല്ല കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ ഇതോടെ പറഞ്ഞിട്ടെ, ആ 25,000 വിശ്വാസമുള്ള ആ ഡി മോഹന്റെ ചർച്ചിൽ ഒരു ദിവസം പറഞ്ഞ സാക്ഷ്യമാണ്. അദ്ദേഹം ഡി മോഹൻ ഒരു ദിവസം ഇങ്ങനെ ഭയങ്കര സന്തോഷം. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ സഭയാണ്. കേരളത്തിലും പലപ്പോഴും ഡി മോഹനെ വിളിച്ച് പ്രോത്സാഹനമൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഏതാണ്ടൊക്കെ ഫലകമൊക്കെ കൊടുത്തിട്ടുണ്ട് പുള്ളിക്ക്. ഒരു ദിവസം പുള്ളി
ആത്മാവിൽ ഒരു വിവശതയിലായ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നിട്ട് ഈ പുള്ളിയുടെ ഉള്ളിൽ നിന്നും പുള്ളിയുടെ മനുഷ്യാത്മാവിനെ എടുത്ത് നേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. സ്വർഗത്തിലെ കാഴ്ചയെല്ലാം കണ്ടപ്പോൾ ഭയങ്കര മനോഹരമാണ്. കാണുന്ന പറഞ്ഞാൽ തൂവെള്ള വസ്ത്രം ധരിച്ച് മിന്നുന്ന തേജസ്സുള്ള ലക്ഷക്കണക്കിന് ആത്മാക്കൾ ഇങ്ങനെ മനോഹരമായിട്ട് പാടി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര അന്തരീക്ഷം. പുള്ളിക്കത് കണ്ടുകൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വണ്ടടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പുള്ളിയോട് ചോദ്യം ചോദിക്കുന്നുണ്ട്, ഈ ഗ്രൂപ്പിൽ നിന്റെ സഭയിലുള്ള എത്ര പേരുണ്ടെന്ന് എണ്ണാൻ പറഞ്ഞു. പെട്ടെന്ന് പുള്ളി എണ്ണി കഴിയുമ്പോൾ ദുഃഖകരമായൊരു സത്യം, തൻ്റെ 2 കൈവിരലിൽ എണ്ണാവുന്ന ആൾക്കാർ അവിടെ ഇല്ല. പുള്ളി കരയാൻ തുടങ്ങി, വാവിട്ട് നിലവിളിച്ചു, ദൈവമേ, 25,000-ലധികം വിശ്വാസമുള്ള എൻ്റെ സഭയിൽ ഈ നിത്യതയിൽ ദൈവത്തിനോടുള്ള ആരാധനയിൽ വിരൽ എണ്ണാൻ പോകുന്നില്ലല്ലോ കൊണ്ടും നിലവിളിച്ച് കരഞ്ഞിട്ട് എന്തുകൊണ്ട് ദൈവമേ ഇങ്ങനെ സംഭവിച്ചു എന്ന് ഭാരത്തോടെ ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഷാർപ്പായിട്ട് പുള്ളിയോട് ഒരു വാക്ക് പറയാം, എൻ്റെ ജനത്തിനു നീ എൻ്റെ വചനം കൊടുക്കുക. ഞെട്ടിപ്പോയി. എൻ്റെ ജനത്തിനു നീ എൻ്റെ വചനം കൊടുക്കുക. കട്ടിയായ ഉപദേശം ആർക്കും വേണ്ട, ഞെരുക്കത്തിൻ്റെ ഉപദേശം വേണ്ട. കാരണം ഞെരുക്കത്തിൽ നടക്കാൻ ഇഷ്ടമല്ല. ഞെരുക്കത്തിൻ്റെ ഉപദേശം യഥാർത്ഥമായി വഴി നടന്നാൽ ഞെരുക്കം വരും, പ്രയാസം വരും. പക്ഷെ അത് അനുഗ്രഹത്തിൻ്റെ എന്തെല്ലാം നഷ്ടം വന്നാലും കർത്താവ് തീർത്തു തരും. ബാക്കി നമുക്ക് പിന്നെ തുടരാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമയം അനുവദിച്ച ദൈവദാസനോട് നന്ദി അറിയിച്ചുകൊണ്ട് ദൈവനാമത്തിൽ ഇരിക്കുന്നു. ദൈവവീ